അച്ചൂസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോണിയ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BA പൊളിറ്റിക്കൽ സയൻസിന്റെ മാനേജ്മെന്റ് എന്നൊരു സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതായത് മലയാളത്തിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്കാണ് ഈ ക്ലാസ് കൂടുതൽ പ്രയോജനം ചെയ്യുക. പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നോട്ടും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നോട്ട് എഴുതിയെടുക്കുകയോ പഠിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉപകാരമാവും. അതേപോലെ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ അത് പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ മറുപടി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ മൊഡ്യൂളിന്റെ ഓരോ മൊഡ്യൂൾ വരുമ്പോഴും പാർട്ട് 1, 2, 3, 4 എന്ന ഓർഡറിലായിരിക്കും നമ്മൾ ക്ലാസ് ഇടുക. അപ്പൊ നിങ്ങൾ എല്ലാവരും അതനുസരിച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഒന്നാമത്തെ മൊഡ്യൂളില് ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്നതാണ്. ഒത്തിരി ആൾക്കാര് ഈ മാനേജ്മെന്റിന് ഇൻട്രൊഡക്ഷൻ അതായത് നിർവചനം നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് മേരി പാർക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ മേരി പാർക്കർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഒരു മാർക്കിന്റെ ചോദ്യമായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്ന ആരാന്നുള്ളത് നിങ്ങൾ ആ പേരൊന്ന് തെറ്റാതെ ഓർത്ത് വെക്കുക. പിന്നെ മേരി പാർക്കർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്തത് പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ്. എന്താണ് മാനേജ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എല്ലാ റിസോഴ്സിനെയും മാക്സിമം യൂസ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എല്ലാ റിസോഴ്സിനെയും മാക്സിമം യൂസ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനിഷൻ എന്നാൽ എന്തെന്നുള്ളതിന്റെ ഉത്തരം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം മുന്നോട്ടേക്ക് നമുക്ക് മാനേജ്മെന്റിന്റെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മാനേജ്മെന്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന് മുമ്പായിട്ട് എന്താണ് മാനേജ്മെന്റ് എന്നും കൂടെ നിങ്ങൾ കൂട്ടത്തിൽ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റിന്റെ ഗുണങ്ങളും സവിശേഷതകളും എന്താന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. 11 പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ. അതായത് മാനേജ്മെന്റിന്റെ ഗുണങ്ങളും സവിശേഷതകളുമായിട്ട് 11 പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പോയിന്റുകൾ മറന്നു പോകാതെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ശേഷം അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നല്ല പോലെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ 11 പോയിന്റും എഴുതി അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും കൂടി എഴുതുമ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമാകും എന്നതാണ്. ഈ പോയിന്റിന്റെ ഉള്ളിൽ തന്നെ എഴുതേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ളത് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ആ പോയിന്റിന് നിർവചനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ പോയിന്റ് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ആ 11 പോയിന്റിലേക്ക് വരാം. അതായത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. ചോദ്യം എല്ലാവരും നല്ല പോലെ മനസ്സിലാക്കി വെക്കുക. ചോദ്യത്തെ നിസ്സാരമായി കാണരുത്. ഉത്തരം പഠിച്ചു വെച്ചിട്ട് പോവും, എന്നിട്ട് ചോദ്യം അറിയാതെയായി പോവും. അങ്ങനെ ആകാതെ ചോദ്യവും ഉത്തരവും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ആൻ ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ് എന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് എന്നാണ്. മാനേജ്മെന്റിന്റെ ധർമ്മങ്ങളെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഗ്രൂപ്പായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്നതാണ് ഈ ഒരു പോയിന്റിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഈസ് ആൻ ഇന്റർഗ്രേറ്റിംഗ് ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനുഷിക പ്രവർത്തനങ്ങളെയും മാനുഷികേതര പ്രവർത്തനങ്ങളെയും മാനേജ്മെന്റ് കൂട്ടിച്ചേർക്കുന്നു എന്നതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഈസ് ഇൻവിസിബിൾ ആൻഡ് ഇൻടാജിബിൾ.
മാനേജ്മെന്റ് കാണാനോ സ്പർശിക്കാനോ സാധിക്കുകയില്ല എന്ന കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഈസ് പർപ്പസ്ഫുൾ ഓർ ഗോൾ ഓറിയന്റഡ് എന്നാണ്. ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്നാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഈസ് എ സോഷ്യൽ സയൻസ് എന്നതാണ്. മാനേജ്മെന്റ് സമൂഹത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് മാനേജ്മെന്റിനെ ഒരു സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നു എന്നതാണ്. എട്ടാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഈസ് ആൻ യൂണിവേഴ്സൽ കൺസെപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് കാണപ്പെടുന്നത് കൊണ്ട് ഇതൊരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ, സ്കൂള്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നമുക്കൊരു മാനേജ്മെന്റ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒൻപതാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഈസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. മാനേജ്മെന്റിന് ആർട്ടിന്റെയും ശാസ്ത്രത്തിന്റെയും പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് മാനേജ്മെന്റ് ഒരു ശാസ്ത്രവും കലയുമാണ് എന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്. പത്താമത്തെ കാര്യം മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. തൊഴിലിന് വേണ്ട പ്രത്യേക അറിവും കഴിവും ആവശ്യമുള്ളതിനാൽ മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണ് എന്നതാണ് ഈ പത്താമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. 11ാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ഒന്നിലധികം തലങ്ങളിൽ മാനേജ്മെന്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ 11 പോയിന്റ് ആണ് മാനേജ്മെന്റിന്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഈ 11 പോയിന്റുകൾ നല്ല പോലെ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 11 പോയിന്റുകൾ ഓർത്ത് വച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കി വെക്കുക. ഒപ്പം തന്നെ മാനേജ്മെന്റ് എന്താന്നൊരു ഡെഫിനിഷൻ ഒക്കെ കൊടുത്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. ഈ പഠിച്ച ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ചോദിക്കുക. പഠിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കുക. ഇനി അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാം. അതായത് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 7 പോയിന്റ് ആണ്, 7 ലക്ഷ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതാരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ചോദ്യവും നല്ലപോലെ ശ്രദ്ധിക്കുക. മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ 7. 1. അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. സംഘടനാപരമായ ലക്ഷ്യങ്ങൾ കാര്യക്ഷമമായും ഫലപ്രദമായും കൈവരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മാനുഷികവും സാമ്പത്തികവും ഭൗതികവുമായ വിഭവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കുക എന്നതാണ് റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ പോയിന്റ് കോഓർഡിനേഷൻ. പൊതുവായ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാനുള്ള വിവിധ വകുപ്പുകളുടെയും വ്യക്തികളുടെയും ശ്രമങ്ങളെ വിന്യസിക്കുക എന്നതാണ് ഈ കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 4ാമത്തെ പോയിന്റ് അഡാപ്റ്റേഷൻ ഓഫ് ചേഞ്ചസ്. മത്സരക്ഷമത നിലനിർത്തുന്നതിന് വിപണിയുടെ ചലനാത്മകതയോടും പാരിസ്ഥിതിക മാറ്റങ്ങളോടും പ്രതികരിക്കുക എന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ പോയിന്റ് എംപ്ലോയീസ് ഡെവലപ്മെന്റ്. പരിശീലനം, പിന്തുണ, കരിയർ വികസനം എന്നിവയിലൂടെ പ്രചോദിതരായ തൊഴിലാളികളെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്നോവേഷൻ. പ്രക്രിയകളും ഉൽപ്പന്നങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നോവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7ാമത്തെ പോയിന്റ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. ജീവനക്കാർ, ഉപഭോക്താക്കൾ, ഓഹരി ഉടമകൾ എന്നിവർ ഉൾപ്പെടെയുള്ള വിവിധ പങ്കാളികളുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും സന്തുലിതമാക്കുന്നു. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ ആദ്യം പഠിച്ചത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് മാനേജ്മെന്റ്,
എന്താണ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് നല്ല പോലെ വായിച്ച് പഠിക്കുക, നല്ല പോലെ മനസ്സിലാക്കുക, പരീക്ഷ എഴുതാൻ രൂപത്തിൽ പ്രാപ്തമാകുക നിങ്ങൾ ഓരോരുത്തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞും തരാം. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം അടുത്ത സബ്ജക്റ്റ് അല്ലെങ്കിൽ അടുത്ത ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം പഠിച്ച് തീർത്ത് പരീക്ഷയ്ക്ക് പോകാൻ രീതിയിൽ എല്ലാം സെറ്റായി എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു തീർക്കുക എന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. പിന്നെ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല പോലെ ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് എന്നതാണ്. രണ്ടാമത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കേണ്ടത് ഓരോ പോയിന്റുകളും മറന്നു പോകാതെ നിങ്ങൾ പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ആദ്യത്തേതിൽ 11 പോയിന്റ് പറയുന്നുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നേച്ചർ എന്നതില്. ഒബ്ജക്റ്റീവ്സിനുള്ളിൽ 7 പോയിന്റ് പറയുന്നുണ്ട്. അപ്പൊ ആ 11 പോയിന്റും ഈ 7 പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് ഒന്ന് പറഞ്ഞൊക്കെ നോക്കി എല്ലാവരും ഒന്ന് ഉഷാറാവുക. അപ്പൊ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റും അതേപോലെ തന്നെ ലെവൽ ഓഫ് മാനേജ്മെന്റും ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ. അപ്പൊ എല്ലാവരും ഇത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.